ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു മൈ ചാനൽ ലോഡ് സ്റ്റാർ. നമ്മൾ ഇന്നിവിടെ വസന്ത് പാഠ്യപുസ്തകത്തിലെ 5th ചാപ്റ്ററായ മിഠായി വാല അതിൻ്റെ 2ാമത്തെ ഭാഗമാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അത് വേറെ വീഡിയോ ആണ്, അത് നിങ്ങൾ ആദ്യം കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണാം. അപ്പം ഇതിൽ മിഠായി വാല എന്ന ഈ ചാപ്റ്ററിൽ ആദ്യം ഗിലൗനെ വാലയായിരുന്നു അല്ലേ, കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ഒരാളായിരുന്നു. അതിനുശേഷം മുരളി വാലയായി, ഫ്ലൂട്ടായിട്ടും, പിന്നെ ഒരു ആഫ്റ്റർ 6 months അയാൾ വന്നത് ഫ്ലൂട്ടുമായിട്ട് വന്നു അല്ലേ, കുട്ടികൾക്കിടയിൽ അത് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട്. ഇനി അതിനുശേഷം ഇതിൻ്റെ അടുത്ത ഭാഗം ഇനി എന്താണെന്ന് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. आज अपने मकान में बैठी हुई रोहिणी मुरली वाले की सारी बातें सुनती रही. ഇന്ന് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് രോഹിണി അവൾ മുരളി വാലയെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കേൾക്കുന്നുണ്ട് അല്ലേ. അപ്പുറത്തെ വീടുകളിൽ നിന്നൊക്കെ ഓരോരുത്തരൊക്കെ പറയുന്നിട്ടും ഒക്കെ ഇങ്ങനെ അവൾ കേൾക്കുന്നുണ്ട്. ആജ് ഭി ഉസ്നെ അനുഭവ് കിയ ബച്ചോं के साथ इतने प्यार से बातें करने वाला फेरी वाला पहले कभी नहीं आया. അവൾ ഇങ്ങനെ വിചാരിക്കുകയാണ്, അവൾക്ക് അനുഭവം പെട്ടിട്ടുള്ള കാര്യമാണത്. എന്താണ്, കുട്ടികളുടെ അടുത്ത് ഇത്രയും സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു ഫേരി വാല വേറെ കണ്ടിട്ടില്ല. ഫിർ വഹ് സോദാ ഭി കേസാ സസ്താ ബേച്ച്താ ഹേ. പിന്നെയോ സാധനങ്ങൾ വിൽക്കുന്നതോ എത്ര കുറഞ്ഞ വിലയ്ക്കാണ് വിൽക്കുന്നത്. ബല ആദ്മി ജാൻ പഡ്താ ഹേ അല്ലേ, നല്ല ഒരാളായിട്ടാണ് തോന്നുന്നത്. സമയ്ക്ക് ബാത് ഹേ ജോ ബേചാറ ഇസ് തരഹ് മാരാ ഫിർത്താ ഹേ അല്ലേ. എല്ലാം ഒരു ടൈമിൻ്റെ ഇതാണ്, അദ്ദേഹത്തിൻ്റെ സമയദോഷമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഷ്ടമാണ് ഇങ്ങനെ അല്ലേ. പാവം ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെ നടന്ന് സാധനങ്ങളൊക്കെ വിൽക്കുന്നു. പേറ്റ് ജോന്ന കറായേ സോ ധോട അല്ലേ, വയറ് നിറയ്ക്കണ്ടേ അല്ലേ, ഭക്ഷണം കഴിച്ചു പോകണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പാട് അത്രയും എന്ന് രോഹിണി ആലോചിക്കുകയാണ്. इसी समय मुरली वाले का क्षीण स्वर दूसरी निकट की गली से सुनाई पड़ा. बच्चों को बहलाने वाला മുരളിയ വാല. ഈ സമയത്ത് മുരളി വാലയുടെ ഒരു അത്രയ്ക്ക് പ്ലസൻ്റ് അല്ലാത്ത ഒരു ക്ഷീണിച്ച ഒരു സ്വരം അടുത്ത ഒരു തെരുവിൽ നിന്നും ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. ബച്ചോം കോ ബഹലാനെ വാല മുരളിയ വാല. അപ്പോൾ ഒരുപാട് നേരം ചിലപ്പോൾ സാധനങ്ങളൊക്കെ വിറ്റ് വളരെ ടയേർഡായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരു ക്ഷീണിച്ച സ്വരമാണ് കേട്ടത്. रोहिणी इसे सुनकर मन ही मन कहने लगी, और स्वर कैसे मीठा है इसका. बहुत दिनों तक रोहिणी को मुरली वाला का यह मीठा स्वर और उसकी बच्चों के प्रति वे स्नेहासक्त बातों याद आती रही. അപ്പോൾ രോഹിണി ഈ പാട്ട് കേട്ടപ്പോൾ അവളുടെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു, എത്ര മധുരമായിട്ടുള്ള ശബ്ദമാണല്ലേ ഇത്, കേട്ടാൽ കേട്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന വളരെ മധുരമായിട്ടുള്ള സ്വരമാണ് മിഠായി വാലയുടേത് അല്ലെങ്കിൽ മുരളി വാലയുടേതെന്ന് അവളിങ്ങനെ മനസ്സിൽ ആലോചിച്ചു. പിന്നെ കുട്ടികളോടത്തുള്ള വളരെ സ്നേഹമായിട്ടുള്ള പെരുമാറ്റത്തെക്കുറിച്ചും അവളിങ്ങനെ മനസ്സിൽ ഓർത്തു. മഹീനയ്ക്ക് മഹീനയായേ ഓർ ചലേ ഗയലെ, മാസങ്ങൾക്ക് ശേഷമാണ് വരുന്നത്, എന്നിട്ടൊരു പോക്ക് പോവുകയും ചെയ്യും. അല്ലാതെ എന്നും ഇങ്ങനെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീക്കിലി മന്ത്ലി ഒന്നും വരില്ല. ഇപ്പോൾ ഇന്ന് കേട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മാസങ്ങൾക്ക് ശേഷമായിരിക്കും ഒരു തിരിച്ചു വരവ് വരിക. അപ്പോൾ മാസങ്ങൾക്ക് ശേഷം വരികയും പോവുകയുമാണ് ചെയ്യുന്നത്. फिर മുരളി വാല നായ ധീരെ ധീരെ ഉസ്കി സ്മൃതി ബി ക്ഷീൺ ഹോ ഗയി. അങ്ങനെ പിന്നീട് കുറേ നാളത്തേക്ക് മുരളി വാല ആ ഭാഗത്തേക്കൊന്നും വന്നിട്ടേ ഇല്ല. അങ്ങനെ പതുക്കെ അയാളെക്കുറിച്ചുള്ള സ്മൃതി, അയാളുടെ ഓർമ്മകൾ അതും ക്ഷീണിച്ച് ഇല്ലാതെയായിപ്പോയി. നമ്മൾ കുറേ നാളായിട്ട് ഒരാളെ കാണാതാവുമ്പോൾ നമുക്ക് പിന്നെ അവരെക്കുറിച്ച് ഓർക്കാതേ ആകും അല്ലേ. അപ്പം അതുപോലെ മുരളി വാല പിന്നെ കുറേ നാളത്തേക്ക് ആ ഭാഗത്തേക്കൊന്നും വരാത്തതുകൊണ്ട് അയാളെക്കുറിച്ചുള്ള ഓർമ്മകളും മങ്ങിപ്പോയി. 8 മാസ് ബാദ് അല്ലേ, പിന്നെ 8 മാസങ്ങൾക്ക് ശേഷം. അപ്പോൾ ആദ്യം ഗിലൗനെ വാല വന്നു, അതിനുശേഷം 6 മാസങ്ങൾക്ക് ശേഷമാണ് മുരളി വാല വന്നത്, അതിനുശേഷം ഇപ്പോൾ 8 മാസങ്ങൾക്ക് ശേഷം. സർദി കെ ദിൻ ഥേ, ഒരു തണുപ്പുള്ള ദിവസം. രോഹിണി സ്നാൻ കർക്കെ മക്കാൻ കി ഛത്ത് പർ ചഡ്കർ ആജാനുലംബിത് കേശരാശി സുഖ റഹീദി. രോഹിണി കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവളുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് അവളുടെ ആജാനുലംബിത് കേശ്, അതായത് വളരെ ലെങ്തി ആയിട്ടുള്ള അവളുടെ ആ മുടി അതിങ്ങനെ ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസ് സമയ നീച്ചേക്ക് ഖലീമേം സുനായി പട. ഈ സമയത്ത് താഴത്തെ തെരുവിൽ നിന്ന് കേട്ടു, ബച്ചോം കോ ബഹലാനെ വാല മിഠായി വാല അല്ലേ. കുട്ടികളുടെ ഇപ്പം ആരായിട്ടാണ് വന്നിരിക്കുന്നത്, മിഠായി ആയിട്ടല്ലേ, കുട്ടികൾക്ക് കൊടുക്കാനുള്ള നല്ല മിഠായി ആയിട്ടാണ് മിഠായി വാല വന്നിരിക്കുന്നത്.
मिठाई वाले का स्वर उसके लिए പരിചിത് था ജഡ് സെ രോഹിണി നീച്ചെ ഉദറായി. മിഠായി വാലയുടെ ആ ശബ്ദം അവൾക്ക് ഒരുപാട് പരിചയമുള്ള ശബ്ദമായിരുന്നു. ജഡ് സെ രോഹിണി നീച്ചെ ഉദറായി, പെട്ടെന്ന് തന്നെ അവൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നു. ഉസ് സമയം ഉസ്കെ പതി മക്കാൻ മീം നഹീദേ, ഈ സമയത്ത് അവളുടെ ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നില്ല. ഹാ ഉൻകി വൃദ്ധ ധാ ദീദി, അവളുടെ വയസ്സായ ഒരു അമ്മൂമ്മ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. രോഹിണി ഉൻകെ നിക്കട്ട് ആകർ ബോലി, രോഹിണി അപ്പം വേഗം ആ മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ദാദി ചുന്നു മുന്നൂക്കിലെ മിഠായി ലേനി ഹെ, ചുന്നൂനും മുന്നൂനും വേണ്ടിയിട്ട് മിഠായി വാങ്ങിക്കണം. സറ കമരേമേം ചൽക്കർ ടഹറാവോ, നിങ്ങളൊന്ന് മുറിയുടെ പുറത്തൊന്ന് പോയിട്ട് അവിടെ പോയിട്ടൊന്ന് നിൽക്കുമോ. മേ ഉധർ കേസേ ജാവും കോയി ആത്താൻ നഹോ, ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക് വരുന്നത്, ആരെങ്കിലും വന്നാലോ. സറ ഹട്ട്കർ മേ ബി ചിക്കി ഓട്ട് മേം ബൈറ്റി രഹൂങ്കി, ഞാനിവിടെ കുറച്ച് മാറിയിട്ട് ഈ കർട്ടൻ്റെ പുറകിലായിട്ട് തന്നെ ഞാനിവിടെ ഇരുന്നോളാം. അതുകൊണ്ട് മുത്തശ്ശി ഒന്ന് പുറത്തേക്കൊന്ന് പോയിട്ട് മിഠായി വാലായിട്ട് വിളിക്കുമോ, മിഠായി മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ സറ കമരമേം ചൽക്കർ ടഹരോമ മേ ഉദർ കൈസേ ജാവും കോയി ആത്താൻ ഹോലെ, ഈ ഒരു സെൻറ്റൻസിലൂടെ, ഈ ഒരു വരിയിലൂടെ നമുക്ക് എന്താ മനസ്സിലാകുന്നത്, ആ ടൈമിലൊന്നും പെണ്ണുങ്ങൾക്ക് അന്യപുരുഷന്മാരുടെ മുന്നിലൊന്നും ചെന്നുകൂടാ അല്ലേ, വീട്ടിന് വെളിയിൽ അങ്ങനെ മുഖവും കാണിച്ചുകൊണ്ട് മറ്റാരെങ്കിലും വന്നാൽ അവരുടെ മുന്നിലൊന്നും ചെന്ന് നിന്നുകൂടാ, അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മിഠായി വാലയുടെ നേരിട്ട് ചെന്ന് കുട്ടികൾക്ക് മിഠായി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ അടുത്തേക്ക് അവൾ പോവാതെ മുത്തശ്ശി അയക്കുന്നതും പിന്നെ ആരും കാണാതെ ഞാൻ കർട്ടൻ്റെ പുറകിൽ ഇവിടെ നിന്നോളാം എന്ന് പറയുന്നത്. മുന്നിലൊക്കെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ആരെങ്കിലും വന്ന് കണ്ടാൽ അത് പ്രശ്നമാവില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്ത്രീകൾക്ക് അത്രയും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ദാദി ഉടുക്കർ കമരേമേ മാക്കർ ഭോലി ഈ മിഠായി വാലെ ഇതറാന. അപ്പം അങ്ങനെ മുത്തശ്ശി പതുക്കെ എഴുന്നേറ്റ് മുറിയുടെ അടുത്ത് വരാന്തയിൽ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞു, മിഠായി വാലെ ഇതറാന, മിഠായി വാല ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ചു. മിഠായി വാല നിഖട്ട് ആകയ, അങ്ങനെ മിഠായി വാല അടുത്തേക്ക് വന്നു. ബോല കിത്തനി മിഠായി ധൂമ, എത്ര മിഠായികളാണ് വേണ്ടത്. ഈ നയെ തറയ്ക്ക് മിഠായിയം ഹെ രംഗ് ബിരംഗി കുച്ച് കുച്ച് ഗട്ടി കുച്ച് കുച്ച് മീठी जायकेदार बड़ी देर तक मुँह में टिकती है. അപ്പോൾ ഏത് മിഠായി വേണ്ടത് അമ്മൂമ്മേ. ഈ നയെ തറയ്ക്ക് മിഠായിയം ഹെ, ഇത് വളരെ ന്യൂ മോഡലിലുള്ള പുതിയ വെറൈറ്റി ഓഫ് മിഠായികളാണ്. രംഗ് ബിരംഗി, നല്ല കളർഫുൾ മിഠായികളുണ്ട്. കുച്ചു കുച്ചു ഗട്ടി, കുറച്ച് പുളിക്കുന്ന മിഠായി ഉണ്ട്. പിന്നെ കുച്ചു കുച്ചു മീട്ടി, കുറച്ച് നല്ല മധുരമുള്ളതുണ്ട്. സായിക്കേദാറിൽ വായിലിട്ടത് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ളതുണ്ട്. ബഡി ദേർത്തക്ക് മുഹമേം ടിക്തി ഹെ, പിന്നെ കുറേ നേരം വായിൽ അലിയാതെ നിൽക്കുന്ന തരത്തിലുള്ള മിഠായി ഉണ്ട്. ജൽദി നഹി ഗുൽത്തി, അത് പെട്ടെന്ന് വായിൽ അലിഞ്ഞു പോവില്ല. ബച്ചെ ബഡെ ചാവ് സെ ചൂസ്തേ ഹെ, കുട്ടികൾ വളരെ ആസ്വദിച്ചിങ്ങനെ ഉറിഞ്ചി ഇങ്ങനെ കഴിക്കും. ഇൻ ഗുണോം കെ സിവ യെ ഘാസി ബി ദൂർ കർത്തി ഹെ അല്ലേ, ഇത് മാത്രമല്ല പിന്നെ ചുമയും ഘാസിയിൽ ചുമയും ഇല്ലാതാവും, ചുമയും മാറുന്ന തരത്തിലുള്ള മിഠായിയാണ്. കിത്തിനി ധൂം അല്ലേ, എത്ര രൂപയ്ക്കാണ് വേണ്ടത്, എത്ര എടുക്കേണ്ടത്. चपटी घोल पहलधार घोलियाम है पैसे की 16 देता हूँ. അപ്പം എന്താ പറയുന്നത്, ചപ്പട്ടി അല്ലേ, ചപ്പട്ടി എന്ന് വെച്ചാൽ ഫ്ലാറ്റ് ടൈപ്പിലുള്ളത്, പിന്നെ ഗോൾ റൗണ്ട് ടൈപ്പിലുള്ളത്. പഹൽദാർ റസ്ലർ അല്ലേ, നല്ല റസ്ലറിനെ പോലെ നല്ല പുഷ്ടിയൊക്കെ ആയിട്ടുള്ള നല്ല ചബി അങ്ങനെയുള്ള മിഠായി വേണോ. പിന്നെ ഗോലിയാം അല്ലേ, നല്ല പിൽസ് ആയിട്ടുള്ള ടാബ്ലറ്റ്സ് ടൈപ്പിലുള്ളത് വേണോ. അപ്പം ഇങ്ങനെ ഏത് മിഠായിയാണ് വേണ്ടത്, റൗണ്ടിലുള്ളത് വേണോ, ഫ്ലാറ്റ് ടൈപ്പിലുള്ളത് വേണോ, അങ്ങനെ ഏത് മിഠായി വേണം. നല്ല കളർഫുൾ മിഠായി ഉണ്ട്, പിന്നെ ചുമ മാറുന്ന തരത്തിലുള്ള മിഠായി ഉണ്ട്, ഏത് വേണം എന്ന് മിഠായി വാല ചോദിക്കുകയാണ്. പേസേക്ക് 16 ദേത്താ ഹും അല്ലേ, വെറും 16 രൂപ തന്നാൽ മതി എന്ന് പറയാണ്. दादी बोली 16 तो बहुत कम होती है, भला 25 तो देते. അപ്പം വേണ്ട, 16 എന്ന് പറഞ്ഞാൽ വളരെ കുറവല്ലേ, ഒരു 25 തരൂ, 25 അല്ലേ, ഒരു 25 തരൂ. മിഠായി വാല നഹി ദാദി അധിക് നഹി ദേ സക്ത, ഇतना भी देता हूँ, यह अब मेम तुम्हें क्या घर में अधिक न दे सकूँगा അല്ലേ. അപ്പം മിഠായി വാല നഹി ദാദി, വേണ്ട മുത്തശ്ശി, അധിക് നഹി ദേ സക്ത, അത്രയൊന്നും കൂടുതൽ വേണ്ട. ഇतना भी देता हूँ,
അത്രയും തന്നാൽ മതി. യഹ് അബ് മേം തുമേം ക്യാ ഖൈർ, മേം അധിക് നദേ സകൂങ്ക, ഞാൻ ആ കൂടുതലായിട്ടൊന്നും ഞാൻ മേടിക്കില്ല, എനിക്ക് അത്രയും തന്നാൽ മതി. രോഹിണി ദാദി കെ പാസ് ഹി ദി, രോഹിണി ദാദിയുടെ അടുത്ത് തന്നെയുണ്ട്. ബോലി ദാദി ഫിർബി കാഫി സസ്താ ദേ റഹാ ഹെ, അല്ലേ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് വിൽക്കുന്നത്. 4 പൈസയ്ക്ക് ലേലോ എഹ് പൈസേ റഹേ, അല്ലേ ഇവിടെ പൈസ ഉണ്ട്, 4 രൂപ കൂടി കൊടുത്തോളൂ, പൈസ കൊടുത്തോളൂ. അപ്പോൾ 16 എന്ന് പറയുമ്പം 4 എന്ന് പറയുമ്പോൾ 20 രൂപയെങ്കിലും കൊടുത്തോളൂ എന്നുള്ള അർത്ഥത്തിൽ. മിഠായി വാല മിഠായി എം ഗിന്നേലക, മിഠായി വാല ഇങ്ങനെ മിഠായികൾ എണ്ണി തുടങ്ങി. തോ 4 കി ദേ ദോ, അപ്പം ശരി 4 കൂടി തരൂ. അച്ഛ 25 നഹി സഹി 20 ഹി ദോ, അപ്പോൾ 25 ഒന്നും വേണ്ട അല്ലേ, 25 ഒന്നും വേണ്ട, ശരിക്കും 20 തന്നാൽ മതി. അരേ ഹാ മേ ബൂഢി ഹുയി മോൽഭാവ് അബ് മുझे ജ്യാദാ കർന ആത്താ ഹി ബി നഹി, അല്ലേ അപ്പം എനിക്ക് വയസ്സായില്ലേ, എനിക്ക് ഇപ്പോൾ കണക്കൊന്നും കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല, കണക്കൊന്നും എനിക്ക് കൂട്ടാനൊന്നും എനിക്ക് അറിയില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു. കഹത്തെ ഹുയെ ദാദി കെ പോപ്പലെ മുഹ്സെ സറാസി മുസ്കറാഹട്ട് ഫൂട്ട് നികലി, അങ്ങനെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ പോപ്പലെ മുഖം, എന്താ പോപ്പലെ മുഖം, പല്ലൊന്നുമില്ലാതെ മോണ കാട്ടിയുള്ള വായ കാട്ടി ചിരിച്ചുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു. രോഹിണിനെ ദാദി സെ കഹ, രോഹിണി മുത്തശ്ശിയോട് പറഞ്ഞു, ദാദി ഇസ്സെ പൂച്ചോ തും ഇസ് ഷഹർ മേം ഓർ കബി ബി ആയേ थे या पहली बार आए हो, യഹം കി നിവാസി തോ തും ഹോ നഹി. അപ്പം ദാദിയോട് രോഹിണി ആ ഒരു കർട്ടൻ്റെ പുറകിൽ നിന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കാനായിട്ട് പറയുകയാണ്. അവൾക്ക് ഡയറക്റ്റായിട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് മുത്തശ്ശിയോട് ചോദിക്കാനായിട്ട് പറയാണ്. ഇസ്സി പൂച്ചോ, അങ്ങേരോട് ചോദിക്കൂ, തും ഈ ഷഹർമേം ഓർ കബി ഭി ആയേ ഥേ, നിങ്ങൾ ഈ പട്ടണത്തിൽ ഇതിന് മുന്നേ വന്നിട്ടുണ്ടോ, യാ പെഹലി ബാർ ആയേ ഹോ, അതോ നിങ്ങൾ ആദ്യമായിട്ടാണോ വരുന്നത്. യഹാം കി നിവാസി തോ തും ഹോ നഹി, നിങ്ങൾ ഇവിടെ ഈ നാട്ടുകാരൻ തന്നെയാണോ, ഇവിടുത്തെ ആൾ തന്നെയാണോ, അതോ വേറെ എവിടെന്നെങ്കിലും വരികയാണോ എന്ന് ചോദിക്കാനായിട്ട് പറഞ്ഞു. दादी ने इस कथन को दोहराने की चेष्टा की ही दी कि മിഠായി വാലാനെ ഉത്തർ ദിയ. അപ്പം മുത്തശ്ശി അവൾ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആവർത്തിച്ചു. അപ്പം അതിനുള്ള ആൻസറായിട്ട് മിഠായി വാല പറയുകയാണ്, പെഹലി ബാർ നഹി ഓർ ബി കൈ ബാർ ആ ചുക്കാഹും, ഞാനിത് ആദ്യത്തെ തവണയൊന്നുമല്ല, ഞാൻ ഒരുപാട് തവണ ഇവിടേക്ക് വന്നിട്ടുണ്ട്. രോഹിണി ചിക്കി ആട് ഹീസെ ബോലി, അപ്പോൾ രോഹിണി ആ കർട്ടൻ്റെ പിറകിലായിട്ട് തന്നെ നിന്നിട്ട് ചോദിക്കുകയാണ്, പെഹലെ ഹി മിഠായി ബേച്ചത്തെ ഹുയെ ആയേ ഥേ യാ ഓർ കോയി ചീസ് ലേക്കർ, അല്ലേ നിങ്ങൾ ആദ്യമായിട്ടല്ലേ മിഠായി ആയിട്ട് വരുന്നത്, ഇതിന് മുന്നേ നിങ്ങൾ വേറെ എന്തൊക്കെയോ വസ്തുക്കളൊക്കെ ആയിട്ടല്ലേ വന്നിട്ടുള്ളത്. മിഠായി വാല ഹർഷ് സംശയ് ഓർ വിസ്മയാദി भावों में डूबकर बोला, इससे पहले मुरली लेकर आया था और उससे भी पहले गिलौने लेकर. അപ്പോൾ മിഠായി വാല സന്തോഷവും സംശയവും പിന്നെ വിസ്മയവും അങ്ങനെ എല്ലാം കലർന്ന ഒരു ഭാവത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിന് മുന്നേ മുരളി ഫ്ലൂട്ടായിട്ട് വന്നു, അതിന് മുന്നിൽ ഞാൻ ടോയ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രോഹിണി കാ അനുമാൻ ടീക്കിൽ നിൽക്കല, അപ്പോൾ രോഹിണി സംശയിച്ചതൊക്കെ ശരിയായി. അബ് തോ വഹ് ഉസ്സെ ഓർ ബി കുച്ച് ബാത്തേം പൂച്ച്നെ കെ ലിയെ അസ്തിർ ഹോടി. അപ്പോൾ രോഹിണി വിചാരിച്ചു ഇത് ഗിലൗനി വാലി മുരളി വാലി ആയിട്ടുള്ള ആ സെയിം പേഴ്സൺ തന്നെയാണ് ഇത് എന്ന് രോഹിണിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതിപ്പോൾ ക്ലിയറായി, ആ സെയിം ആൾ തന്നെയാണ് ഈ മിഠായി വാലയായിട്ട് വന്നിട്ടുള്ളത്. അപ്പം അവൾക്ക് പിന്നെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അവളുടെ മനസ്സിലുണ്ടായിരുന്നു. വഹ് ബോലി ഇൻ വ്യവസായവുമേയും ഭലാത്തുമേയും ക്യാ മിൽത്താ ഹോഗ, ഈ ഒരു വ്യവസായം ഇങ്ങനെ ഒരു കച്ചവടം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ എന്ത് ലാഭമാണ് കിട്ടുന്നത്, കാരണം എല്ലാം തന്നെ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് വിൽക്കുന്നത്, അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് ലാഭമാണ് കിട്ടുന്നതെന്ന് അവൾ ചോദിക്കുകയാണ്. ബഹ് ബോല, അപ്പം മിഠായി വാല ആൻസർ പറയാണ്, മിൽത്താ ബല ക്യാ ഹെല, എന്ത് കിട്ടാനാണ്, യഹി ഖാനെ ബർക്കോ മിൽ ജാത്താ ഹെ, എനിക്ക് വയറ് നിറയ്ക്കാനുള്ളത് കിട്ടും, എനിക്ക് എൻ്റെ ഭക്ഷണത്തിനുള്ളത് കിട്ടും. कभी नहीं भी मिलता है, पर हाँ संतोष धीरज और कभी कभी असीम सुख ज़रूर मिलता है और यही मैं चाहता भी हूँ, അല്ലേ ഇതിൽ നിന്ന് എനിക്ക് വലിയ ലാഭമൊന്നുമില്ല, എനിക്ക് കുറച്ച് എനിക്ക് ഫുഡിനുള്ള എൻ്റെ വയർ നിറയ്ക്കാനുള്ള അതിനുള്ളത് കിട്ടും, എനിക്ക് അത്രയും മതി, പിന്നെ ഇതിൽ നിന്ന് എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. ധീരജ് ഓർ കബി കബി അസീം സുഖ്, അല്ലേ അതിരുകളില്ലാത്ത ആ ഒരു സുഖം, ആ ഒരു സന്തോഷം, അതൊക്കെയാണ് എനിക്ക് കിട്ടുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. അപ്പം ഇയാൾക്ക് ഇങ്ങനെ ഒരു കച്ചവടം ചെയ്യുന്നതിലൂടെ ഇയാൾക്ക് എന്തോ ഒരു മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം, ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ് ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അതാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു തരത്തിലുള്ള കച്ചവടം ചെയ്യുന്നത്.
സോ കേസേ വഹ് ബി ബത്താവൂലേ, അത് എങ്ങനെയാണ് അതുകൂടി പറയൂ എന്ന് രോഹിണി ചോദിച്ചു. അബ് വ്യർത്ഥ ഉൻ ബാത്തോം കി ക്യോം ചർച്ച കരും, ഉനേം ആപ് ജാനേ ഹി ദേം, ഉൻ ബാത്തോം കോ സുൻകർ ആപ്കോ ദുഃഖ് ഹി ഹോഗ. അപ്പം എന്തിനാ ഈ വേണ്ടാത്തല്ല വ്യർത്ഥമായിട്ടുള്ള, അതായത് വേസ്റ്റ് ആയിട്ടുള്ള ഈ വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ എന്തിനാ ഈ ചർച്ച ചെയ്യുന്നത്? നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കൂ, എനിക്ക് പൈസ തരൂ, ഞാൻ പോയിക്കോട്ടെ. എൻ്റെ ആ കാര്യങ്ങൾ ഉൻ ബാത്തോംകോ സുൻകർ, ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വളരെ സങ്കടമാകും. ജബ് ഇത്തിന ബത്തായ ഹേ തബ് ഓർ ബി ബത്താ ദോ, ഇത്രയും പറഞ്ഞില്ലേ, ഇനി അതുകൂടി പറയൂ. മേ ബഹുത് ഉത്സുക് ഹും, എനിക്കത് കേൾക്കാൻ വളരെ താല്പര്യമുണ്ട്. തുമാരാ ഹർജാൻ ന ഹോഗ, മിഠായി മേം ഓർ ബി ലേ ലൂങ്ക, മിഠായി ഞാൻ ഇനിയും മേടിക്കാം അല്ലേ. നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട് അല്ലേ, അപ്പം നിങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയൂ എന്ന് പറഞ്ഞിട്ട് രോഹിണി മിഠായി വാലയോട് ചോദിക്കുകയാണ്. അതിശയ് ഗംഭീരത കെ സാത്ത് മിഠായി വാലേനെ കഹ, വളരെ അതിശയത്തോടും ഗംഭീരതയോടും മിഠായി വാല പറഞ്ഞു. മീ ബി അപ്പിനി നഗർ ക എക് പ്രതിഷ്ഠിത് ആദ്മി ഥ, ഞാനും ഈ നഗരത്തിലെ തന്നെ ഒരു ആളാണ്. മക്കാൻ വ്യവസായ് ഗാഡി ഗോഡെ നൗകർ ചാക്കർ സബി കുച്ച് ഥ, എനിക്കും വ്യവസായവും പിന്നെ ബിസിനസ്സും വണ്ടികളും കുതിരയും പിന്നെ ജോലിക്കാരും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. സ്ത്രീ ധി, എനിക്ക് വൈഫ് ഉണ്ടായിരുന്നു. ചോട്ടെ ചോട്ടെ ദോ ബച്ചേ ബി ദേ, 2 ചെറിയ മക്കളുണ്ടായിരുന്നു. മേരാ വഹ് സോനേക്ക സൻസാർ ധാലെ, അത് സ്വർണം പോലുള്ള ഒരു ലോകമായിരുന്നു, അതായത് വളരെ സുന്ദരമായിട്ടുള്ള ഒരു ലോകമായിരുന്നു അത്. ബാഹർ സമ്പത്തി ക വൈഭവത, ഭീതർ സാംസാരിക് സുബ്ധ, അതായത് വെളിയിൽ സമ്പത്ത് കൊണ്ടുള്ള ഒരു വൈഭവം, അത്രയും സമ്പത്ത് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഭീതർ സാംസാരിക് സുഖത, എന്താണ് ഉള്ളിൽ കുടുംബജീവിതത്തിൻ്റെ അല്ലേ ഒരു സുഖം, ഭാര്യയും കുട്ടികളും അടങ്ങുന്ന നല്ലൊരു കുടുംബവും സ്വത്തും സുഖവും എല്ലാം ഉണ്ടായിരുന്നു. സ്ത്രീ സുന്ദരി ദി, എൻ്റെ വൈഫ് വളരെ സുന്ദരിയായിരുന്നു. മേരി പ്രാൺ ദി, എൻ്റെ ജീവനായിരുന്നു. ബച്ചെ ഏസെ സുന്ദർ ദേ, കുട്ടികളും അതുപോലെ നല്ല ഭംഗിയുള്ള മക്കളായിരുന്നു. ജയ്സെ സോനയ്ക്ക് സജീവ് ഗിലയനെ അല്ലേ, സ്വർണത്തിൻ്റെ ജീവനുള്ള കളിപ്പാട്ടങ്ങൾ പോലെയായിരുന്നു എൻ്റെ മക്കൾ, അത്രയും ഭംഗിയുണ്ടായിരുന്നു. ഉൻകി അഡ്ഖേലിയാം കെ മാരെ ഗർമേം കോലാഹൽ മച്ച് റഹ്താലെ, അവരുടെ കളികളും ചിരികളും കൊണ്ട് എൻ്റെ വീട് ഇങ്ങനെ കോലാഹലങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു അല്ലേ വീട് എപ്പോഴും. സമയ്ക്ക് ഗതി, എല്ലാം സമയത്തിൻ്റെ മോശം, സമയത്തിൻ്റെ ഒരു ടൈം ശരിയല്ലാതായി. വിധാതാക്കി ലീല, എല്ലാം ഈശ്വരൻ്റെ കൽപ്പന അല്ലേ, ഈശ്വരൻ്റെ കളിയാണിതൊക്കെ. അബ് കോയി നഹി ഹെ, ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല. ദാദി പ്രാൺ നികലെ നഹി നികലെ അല്ലേ, ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ച് കിട്ടില്ല. ഇസിലിയ അപ്പിനെ ഉൻ ബച്ചോം കി ഗോജ്മേം നികലാഹും, ഞാൻ എൻ്റെ മക്കളെ അന്വേഷിച്ചിറങ്ങിയതാണ്, എൻ്റെ കുട്ടികളെ ഞാൻ കണ്ടുപിടിക്കാനായിട്ട് നടക്കുകയാണ്. വേ സബ് അന്തിമേം ഹോഗേ തോ യഹി കഹി അല്ലേ, പക്ഷെ അവർ എവിടെ ഉണ്ടാവില്ല അതെനിക്കറിയാം. ആഗിർ കഹീന ജന്മേ ഹി ഹോഗേ അല്ലേ, എവിടെയെങ്കിലും അവർ വീണ്ടും ജനിച്ചിട്ടുണ്ടാകും. ഉസ് തരഹ് റഹത്ത ഗുൽ ഗുൽക്കർ മർത്ത അല്ലേ, ഞാനിങ്ങനെ ഒരു മിംഗ്ലിങ്, എല്ലാ കുട്ടികളുമായിട്ടും മിംഗിൾ ചെയ്തിട്ട് എല്ലാവരുടെ കളിയും ചിരിയും കാണാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഞാനിങ്ങനെ എൻ്റെ കുട്ടികളുടെ കളിയും ചിരിയും മറ്റുള്ള കുട്ടികളുടെ കളിയും ചിരിയും കാണുമ്പോൾ അതിൽ സ്വന്തം കുട്ടികളുടെ സന്തോഷവും കളിയും ചിരിയാണ് ഇദ്ദേഹം ദർശിക്കുന്നത്, ഇദ്ദേഹം കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരം കച്ചവടങ്ങളുമായിട്ട് ഇറങ്ങുന്നത്. വേ സബ് അന്തമേ ഹോഗേ തോ യഹി കഹി ആഗിർ കഹീന ജന്മേ ഹി ഹോഗേ ഉസ് തരഹ് റഹത്ത ഗുൽ ഗുൽക്കർ മർത്ത ഈസ് തരഹ് സുഖ സന്തോഷ് കെ സാത്ത് മരൂങ്ക, ഇങ്ങനെ സുഖ സന്തോഷത്തോടു കൂടി എനിക്ക് മരിക്കാം. ഈസ് തരഹ് കെ ജീവൻ മേ കബി കബി അപ്പിനെ ഉൻ ബച്ചോം കി എക് ജലക് സി മിൽ ജാത്തി ഹെ, ഇത്തരത്തിലുള്ള ഒരു ജീവിതത്തിലൂടെ മാത്രമേ എനിക്ക് എൻ്റെ കുട്ടികളുടെ ആ ഒരു പ്രസൻറ്റ് എനിക്ക് കിട്ടുള്ളൂ, പ്രസൻസ്. ഏസാ ജാൻ പഠിത്താ ഹെ ജയ്സെ വേ ഇനിയും മേം ഉച്ചൽ ഉച്ചൽ കർ ഹാസ് ഗേൽ റഹേ ഹെ അല്ലേ, കുട്ടികൾ ഇതുപോലെയാണ് എൻ്റെ കുട്ടികൾ കളിച്ചും ചിരിച്ചും ഹാപ്പി ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പൈസോം കി കമി ദോടെ ഹി ഹെ അല്ലേ, എനിക്ക് പൈസൻ്റെ കുറവുണ്ട്. ആപ്കി ദയാസെ പേസെ തോ കാഫി ഹെ, നിങ്ങളുടെയൊക്കെ ദയ കൊണ്ട് പൈസ എനിക്കിപ്പം ഒരുപാട് ഉണ്ട്, എനിക്ക് ആവശ്യത്തിന് പൈസയൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങളെ പോലെയുള്ളവരുടെ ദയ കൊണ്ട്. ജോ നഹി ഹെ ഇസ് തരഹ് ഉസി കോ പ ജാത്താ ഹും. രോഹിണിനെ അബ് മിഠായി വാലെ കി ഓർ ദേഖ, ആ സമയത്ത് രോഹിണി മിഠായി വാലേനെ നോക്കി. ഉസ്കി ആംഖേം ആൻസുവും സെ തരഹ, അയാളുടെ കണ്ണുകൾ കണ്ണുനീര് കൊണ്ട് നിറഞ്ഞിരുന്നു, അദ്ദേഹം കരയുകയായിരുന്നു. ഇസി സമയം ചുന്നു മുന്നു ആകയ, അപ്പോഴേക്കും ചുന്നു മുന്നു ഓടി വന്നു. രോഹിണി സെ ലിപട്കർ ഉസ്ക ആഞ്ചൽ പക്കട്കർ ബോലെ അമ്മ മിഠായി, രോഹിണിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രോഹിണിയുടെ സാരിത്തുമ്പ് എടുത്ത് പിടിച്ചുകൊണ്ട് അവർ ചോദിച്ചു അമ്മ മിഠായി എന്ന് ചുന്നു മുന്നു
വീണ്ടും ചോദിച്ചു അമ്മ മിഠായി. മുജ്സെ ലോ യഹ് കഹ്കർ തത്കാൽ കാഗസ് കി ദോ പുടിയ മിഠായിയോം സെ മിഠായി വാലേനെ ചുന്നു മുന്നുക്കു ദേദി. അപ്പം മുജ്സെ ലോ, എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചോളൂ, ഇതാ മിഠായി എന്ന് പറഞ്ഞുകൊണ്ട് 2 മിഠായി പൊതികൾ എടുത്ത് മിഠായി വാല ആ കുട്ടികൾക്ക് നേരെ നീട്ടി. രോഹിണിനെ ഭീതർ സെ പേസെ ഫേങ്ക് ദിയ. രോഹിണി അകത്ത് നിന്നും പൈസ ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു. മിഠായി വാലേനെ പെട്ടി ഉഠായി ഓർ കഹ. മിഠായി വാല എന്ത് ചെയ്തു, പെട്ടി എടുത്തു. എന്നിട്ട് പറഞ്ഞു, അബ് ഈസ് ബാർ ഏ പേസ ഇന്നെ ലൂങ്ക. എനിക്ക് ഇത്തവണ ഈ പൈസ വേണ്ട. ദാദി ബോലി, അരെ അരെ നാ അപ്പിനെ പേസ ലിയ ചാ ഭായി. അപ്പം മുത്തശ്ശി പറഞ്ഞു, വേണ്ട വേണ്ട, അയ്യോ പൈസയൊന്നും മേടിക്കാതിരിക്കരുത്, പൈസ മേടിച്ചിട്ട് പോകൂ, ഇത് നിങ്ങളുടെ പൈസയാണ്, നിങ്ങൾ പൈസ മേടിച്ചിട്ട് പോകൂ. अब तक आगे फिर सुनाई पड़ा उसी प्रकार माथक मृदुल स्वर में बच्चों को बहलाने वाला മിഠായി വാല അല്ലേ. ഇത്തവണ അങ്ങനെ എനിക്ക് പൈസ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മിഠായി വാല അവിടെ നിന്ന് തൻ്റെ മിഠായി നിറച്ചിട്ടുള്ള പെട്ടിയും എടുത്തുകൊണ്ട് ഇറങ്ങി. ഇപ്പോൾ എന്താണ്, അടുത്ത ഒരു തെരുവിൽ കേൾക്കാൻ പറ്റും ആ മിഠായി വാലയുടെ വളരെ മാധകവും മൃദുലവുമായിട്ടുള്ള ആ സ്വരം. ബച്ചോം കോ ബഹലാനെ വാല മിഠായി വാല എന്നുള്ള ആ പാട്ട് ഇപ്പോൾ എവിടെ കേൾക്കുന്ന, അടുത്ത തെരുവിൽ. അപ്പോൾ അദ്ദേഹം നടന്ന് നീങ്ങി അടുത്ത തെരുവിൽ എത്തിക്കഴിഞ്ഞു. അപ്പം മിഠായിക്കുള്ള പൈസയും വാങ്ങിക്കാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കഥകളും പറഞ്ഞ് അദ്ദേഹം ഒരുപാട് സങ്കടപ്പെട്ടുകൊണ്ട് കുട്ടികൾക്കുള്ള തൻ്റെ സമ്മാനമായിട്ട് ആ മിഠായി കൊടുത്തിട്ട് അതിനുള്ള പൈസയും മേടിക്കാതെ ആ മിഠായി വാല അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായ ഒരു ട്രാജഡി, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫും കുട്ടികളെയും അദ്ദേഹത്തിൻ്റെ വീടും സ്വത്തും സമ്പത്തും എല്ലാം നഷ്ടമായി. അപ്പോൾ അയാളുടെ കുട്ടികളുടെ കളിയും ചിരിയും എല്ലാം മറ്റുള്ള കുട്ടികളിലൂടെ കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു പ്രസൻസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കളിപ്പാട്ടങ്ങളും ഫ്ലൂട്ടും അതുപോലെ മുട്ടായിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ തവണ അദ്ദേഹം വരുന്നത്. അതിലൂടെ തൻ്റെ കുട്ടികളുടെ ഒരു പ്രസൻസ് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സന്തോഷം. അതിനുവേണ്ടി മാത്രമാണ് അദ്ദേഹം ഈ കച്ചവടം ചെയ്യുന്നത്, അല്ലാതെ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പൈസക്കാരനാവാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ആ കഥയാണ് അദ്ദേഹം വളരെ സങ്കടപ്പെട്ടിട്ട് രോഹിണിയായിട്ട് പങ്കുവച്ചത്. അപ്പോൾ ഭഗവതി പ്രസാദ് വാജ്പേയിയുടെയാണ് ഈ മിഠായി വാല എന്നുള്ള ഈ സ്റ്റോറി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.